രേവതിക്കുട്ടി ഗ്രേസമ്മ ആൻറ്റിയോടും മാമച്ചനങ്കിളിനോടും അപേക്ഷിക്കുകയാണ്, എങ്ങനെയെങ്കിലും മാലിന്യ ചേച്ചിയെ രക്ഷിക്കണം, ആരെങ്കിലും ഉണ്ടോ, പോലീസിൽ ആരെങ്കിലും പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മാമച്ചനങ്കിൾ പറയുകയാണ്, എനിക്ക് ക്ലബ്ബിൽ വരുന്ന കുറച്ച് പോലീസുകാരെ അറിയാം, പക്ഷേ അവർക്ക് റിട്ടയർ ആയവരാണ് എന്ന് പറയുന്നു. അങ്ങനെ ഗ്രേസമ്മ ആൻറ്റിയുടെ ഒരു റിലേറ്റീവിനെ കുറിച്ച് അവർക്ക് ഓർമ്മ വന്നു. അങ്ങനെ രേവതിക്കുട്ടി പറയുകയാണ്, നമുക്ക് അവിടെ പോയി ഇന്ന് അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാം, ഫോണിൽ കൂടെ ചോദിക്കുമ്പോൾ അവർ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ നമുക്ക് പോകാം ആൻറ്റി, പ്ലീസ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സമ്മതിപ്പിക്കുകയാണ്. അടുത്ത് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അലീനയെ SI രമേശ് നമ്പ്യാരുടെ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. അയാൾ അലീനയോട് പറയുകയാണ്, രോഹിത്തും ഹരിശങ്കറും നിന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് അവർ മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ നിന്നെയും കൂടി ഈ കേസിൽ സാക്ഷിയായി രേഖപ്പെടുത്താനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എല്ലാത്തിനും കൃത്യമായി മറുപടി തരണമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അലീന ഒന്നും വിട്ടു പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ രമേശ് നമ്പ്യാർ ചോദിച്ചു, നിന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു, എന്നെ ഒരു ദിവസം രോഹിത്തിൻ്റെ മുറിയിലേക്ക് വിളിച്ചു, എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ശക്തമായി പ്രതിരോധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും നടന്നുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അലീന അതേ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, രോഹിത്തിനെ ഹരിശങ്കറിനെയും ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. കോൺസ്റ്റബിൾ പോയി അവരെ ഇറക്കിക്കൊണ്ടുവന്നു. ഹരിയോടാണ് SI ചോദിച്ചത്, നിങ്ങൾ ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എത്ര തവണയെന്ന് ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു, ഒരു തവണയെന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്കി രോഹിത്തിനോട് പറയാൻ പറഞ്ഞു. രോഹിത്ത് പറഞ്ഞു, ഇവളുടെ മയക്കുമരുന്ന് കൊടുത്തു, എന്നിട്ട് ഇവളെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ SI പറഞ്ഞു, മതി മതി, ഇനി നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന്മാർ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അലീനയോട് ചോദിച്ചു. അപ്പോൾ അലീന പറയുകയാണ്, അവർ മുഴുവനും പറഞ്ഞില്ലല്ലോ, അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അലീന അതേ എന്ന് പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ രോഹിത്ത് അലീനയെ തന്നെ വിഷമത്തോടു കൂടി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. രേവതിക്കുട്ടിയും മാമച്ചനങ്കിളും ഗ്രേസമ്മ ആൻറ്റിയും കൂടി റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാനായിട്ട് റെഡിയായി വന്നു. അവർ കാർ ഇറക്കി പോവുകയാണ്. പോകുന്ന വഴിയിൽ രേവതിക്കുട്ടി കൃഷ്ണമോളെ വിളിച്ചിട്ട്, അലീന ചേച്ചി വന്നോ, എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് കൃഷ്ണമോളെ സമാധാനിപ്പിക്കുന്നു, മോൾ വിഷമിക്കേണ്ട, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ ഒരു റിലേറ്റീവിനെ കാണാൻ പോവുകയാണ്, അലീന ചേച്ചിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളവിടെ പോയിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോളെ സമാധാനിപ്പിക്കുന്നു.